വെയ്റ്റഡ് ആവറേജ്. ഇതൊരു അടിപൊളി കോൺസെപ്റ്റാണ്. ഇതെന്താന്ന് പറഞ്ഞുതരാം. ഓക്കെ, അതായത് നമ്മുടെ ഒരു ഔട്ട്പുട്ടിനെ ഔട്ട്പുട്ട് ആക്ച്വലി എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഫാക്ടർ മാറ്റിയാൽ നമ്മുടെ ഔട്ട്പുട്ടിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇത് അതിനൊരു ഇച്ചിരി വെയിറ്റേജ് കൂടുതലാ. മനസ്സിലായോ? അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇത്. അത് പറയാൻ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. അതായത് സപ്പോസ് ഞാൻ ഒരു കമ്പനിയിൽ നിന്ന് W1 ഷെയർസ് വാങ്ങിച്ച് ഓരോത്തിനും $10 വീതം. ഓക്കെ, കുറച്ച് നാളെ ഉണ്ട്, ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അവിടുന്ന് W2 ഷെയർസ് വാങ്ങിച്ച് $20. ഓക്കെ, W1 ഷെയർസ് എന്ന് പറഞ്ഞാൽ ആ W1 അവിടെ എണ്ണവാ. ഓക്കെ, W1 നമ്പേഴ്സ് ഓഫ് ഷെയർസ്, അതിനെ റെപ്രസെന്റ് ചെയ്യാൻ W1 എന്ന് പറഞ്ഞു. W1 ആക്ച്വലി ഇവിടെ ഒരു എണ്ണവാ. ഓക്കെ, ആദ്യം ഞാൻ W1 ഷെയർസ് $10 ഓരോന്നും $10 വാങ്ങിച്ച്, പിന്നെ ഞാൻ 6 മാസം കഴിഞ്ഞപ്പം W2 ഷെയർസ് ഓരോന്നും $20 വാങ്ങിച്ചു. കുറച്ച് നാളോടെ കഴിഞ്ഞിട്ട് സപ്പോസ് വീണ്ടും ഒരു 6 മാസം 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ W3 ഷെയർസ് വാങ്ങിച്ചു ഓരോന്നും $30 വീതം. ഓക്കെ, അങ്ങനെ കുറെ നാൾ കഴിഞ്ഞുവല്ലോ. അപ്പൊ ഞാൻ ആലോചിക്കുക, ഓരോന്നിനും ഞാൻ സ്പെൻഡ് ചെയ്ത ആവറേജ് പ്രൈസ് എത്ര ഓരോ ഷെയറിനും. കാരണം ഒരേ ഷെയർ തന്നെ ആണെങ്കിലും നമ്മൾ വാങ്ങിക്കുന്ന ഒരു കമ്പനിയുടെ. ഓക്കെ, നമ്മൾ ആദ്യം W1 എണ്ണം വാങ്ങിച്ചു, പിന്നെ W2 എണ്ണം വാങ്ങിച്ചു, പിന്നെ W3 എണ്ണം വാങ്ങിച്ചു. ഈ ഓരോ കാലഘട്ടത്തിലും എന്തോന്നു അതിന്റെ പ്രൈസ് ചേഞ്ച് ചെയ്തു. അപ്പൊ ഞാൻ ഒന്ന് ആലോചിക്കുക, ഞാൻ ഓരോ ഷെയറിനും മുടക്കിയ ആവറേജ് പ്രൈസ് എത്രയാണെന്ന് എനിക്ക് അറിയണം. എന്താണ് വഴി? ഒരു വഴിയുണ്ട്. ഞാൻ ഇത്രയും നാൾ എത്ര പൈസ സ്പെൻഡ് ചെയ്ത് ഡിവൈഡ് ബൈ ഞാൻ എത്ര ഷെയർസ് വാങ്ങിച്ചെന്നുള്ളത് നോക്കി എനിക്കത് മനസ്സിലാവും. ഓരോ ഷെയറിന്റെ ആവറേജ് പ്രൈസ്, അതായത് ടോട്ടൽ മണി സ്പെൻഡ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ബോട്ട് എടുത്താൽ ഓരോ ഷെയറിന്റെ ആവറേജ് പ്രൈസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ മണി സ്പെൻഡ് എന്തോന്നാന്ന് ചോദിച്ചാൽ ഇവിടെ എഴുതിയേക്കുന്നതാണോ 10 into W1 plus 20 into W2 plus 30 into W3. ഇതെന്താ റെപ്രസെന്റ് ചെയ്യുന്നത് അറിയോ? ആദ്യം ഞാൻ W1 ഷെയർസ് വാങ്ങിച്ച് എത്ര ഓരോന്നും $10. ഓക്കെ, അതിന്റെ പ്രൈസ് ആണിത്. പിന്നെ ഞാൻ W2 ഷെയർസ് വാങ്ങിച്ചു ഓരോന്നും $20. പിന്നെ ഞാൻ W3 ഷെയർസ് വാങ്ങിച്ചു ഓരോന്നും $30. സോ എന്റെ ടോട്ടൽ മണി സ്പെൻഡ് എന്ന് ചോദിച്ചാൽ ഞാൻ W1 ഷെയർസ് വാങ്ങിക്കാൻ എടുത്ത പൈസ പ്ലസ് W2 ഷെയർസ് വാങ്ങിക്കാൻ എടുത്ത പൈസ പ്ലസ് W3 ഷെയർസ് വാങ്ങിക്കാൻ എടുത്ത പ്രൈസ് കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് കിട്ടി? ടോട്ടൽ മണി കിട്ടി. ഡിവൈഡ് ബൈ ഞാൻ എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് വാങ്ങിച്ചത്, ടോട്ടൽ ഷെയർസ് ബോട്ട് എന്താണ് W1 പ്ലസ് W2 പ്ലസ് W3. എന്റെ കാരണം എന്താ? കാരണം ഞാൻ ആദ്യം W1 ഷെയർസ് വാങ്ങിച്ചെങ്കിൽ പിന്നെ W2 ഷെയർസും പിന്നെ W3 ഷെയർസും. അപ്പൊ ടോട്ടൽ ഷെയർസ് ബോട്ട് എന്ന് പറഞ്ഞാൽ W1 പ്ലസ് W2 പ്ലസ് W3. ഓക്കെ, ഇനി ഞാൻ കാര്യം പറയട്ടെ. ഇവിടെ ഈ ആവറേജ് പ്രൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ആരാന്നറിയാം? അതായത് സപ്പോസ് നമ്മൾ ഇപ്പൊ ഈ കണ്ട എക്സാമ്പിൾ ഇല്ലേ, ഇതിനെ നിങ്ങളൊരു ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യുക. ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്ത അതിന്റെ y ആക്സിസിൽ f(x)ഉം പിന്നെ നമ്മുടെ x ആക്സിസും എടുത്താൽ ആ f(x) വാല്യൂസ് ഇല്ലേ, അതാരാണ് ഈ കേസിൽ എന്ന് ചോദിച്ചാൽ ഈ കാണുന്ന 10ഉം 20ഉം 30ഉം ഒക്കെയാ. ഓക്കെ, ഞാൻ ചിലപ്പോൾ പറഞ്ഞ് കൺഫ്യൂസ് ആക്കിയിട്ടുണ്ടായിരിക്കും. ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഒരു ഗ്രാഫ് വരയ്ക്കുക. ആ ഗ്രാഫിൻ നമ്മൾ ഈ പറഞ്ഞ ഇതേ എക്സാമ്പിളിന് ഷെയർസിന്റെ പ്രൈസ് ഓൺ ഡിഫറെന്റ് ടൈം ലൈൻ. അങ്ങനെ പോകുമ്പോൾ എന്ത് വരും? ഷെയർസിന്റെ പ്രൈസ് y ആക്സിസിലും വരും, ടൈം x ആക്സിസിലും വരും. ഓക്കെ, അപ്പൊ ആ ഗ്രാഫ് കണ്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക, എന്നോട് ഒരാൾ ചോദിക്കുക ഈ വർഷം സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് അതിനെ 0 ആക്സിസ് മീൻസ് x=0 ഈ വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് എടുത്താൽ ഞാൻ നോക്കുമ്പോൾ കറക്റ്റ് മൂന്നാമത്തെ മാസത്തിൽ ആ ഷെയറിന്റെ പ്രൈസ് എത്ര നോക്കണം, എനിക്ക് കറസ്പോണ്ടിങ് y വാല്യൂ നോക്കിയാൽ മതി. അതുപോലെ 6ാമത്തെ മാസത്തിൽ ആ കറസ്പോണ്ടിങ് ഷെയറിന്റെ പ്രൈസ് എത്ര നോക്കണം, എനിക്ക് y വാല്യൂ നോക്കിയാൽ മതി. കാരണം y വാല്യൂ ഇല്ല പ്രൈസ് ഇട്ടേക്കുന്നത്. അതുപോലെ ഒരു വർഷം ആകുമ്പോഴത്തേക്കും ആ ഷെയറിന്റെ പ്രൈസ് എത്ര നോക്കണമെങ്കിൽ എനിക്ക് കറസ്പോണ്ടിങ് y വാല്യൂ നോക്കിയാൽ മതി. ഓക്കെ, അപ്പം ഇവിടെ y വാല്യൂ നമുക്ക് എന്ത് തരും? ആക്ച്വലി ഷെയറിന്റെ പ്രൈസ് വരും. അതായത് ഈ 10, 20, 30 എന്നൊക്കെ പറയുന്ന ആക്ച്വലി y വാല്യൂസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. അത് ഇവിടെ പറഞ്ഞു വെച്ചേക്കുന്ന ഫംഗ്ഷൻ വാല്യൂസ് f(x) എന്നുള്ളത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ ഷെയർസിന്റെ പ്രൈസ് ഓരോ ടൈം ലൈനിലും ഫിക്സ്ഡാ. മനസ്സിലായോ? ബട്ട് സ്റ്റിൽ നമ്മുടെ ആവറേജ് പ്രൈസ് വേരി ചെയ്യും, ഒരാളോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരോ മാറുന്നതിനനുസരിച്ച്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതായത്
മൂന്നാമത്തെ മാസത്തിലെ സ്റ്റോക്കിന്റെ പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചത് ഫിക്സ്ഡാ. മനസ്സിലായോ? അതുപോലെ 6ാമത്തെ മാസത്തിലെ സ്റ്റോക്കിന്റെ പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചാൽ അതും ഫിക്സ്ഡാ. 1 വർഷം കഴിയുമ്പോൾ സ്റ്റോക്കിന്റെ പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചാൽ അതും ഫിക്സ്ഡാ. കാരണം ആ ദിവസങ്ങളിലുള്ള സ്റ്റോക്കിന്റെ കഴിഞ്ഞു പോയല്ലോ. ആ ദിവസത്തെ കാരണം കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ പോയിട്ട് നമുക്ക് വാല്യൂ മാറ്റാനൊന്നും പറ്റത്തില്ലല്ലോ. പക്ഷേങ്കിൽ ആവറേജ് പ്രൈസ് സ്റ്റിൽ വേരി ചെയ്യും. ഓക്കെ, സ്റ്റോക്കിന്റെ പ്രൈസും ഫിക്സ്ഡ് ആണ്. സ്റ്റോക്കിന്റെ പ്രൈസ് ഫിക്സ്ഡ് ആവും ഓരോ ടൈം ലൈനിലെങ്കിൽ എങ്ങനെയായിരിക്കും ആവറേജ് പ്രൈസ് വേരി ചെയ്യുന്നത്? ഒറ്റ ഫാക്ടറുള്ളൂ, ഞാൻ എത്ര ഷെയർ വാങ്ങിച്ചെന്നുള്ളത്. മനസ്സിലായോ? ഇതേ എക്സാമ്പിളിൽ തന്നെ നിങ്ങൾ W1, W2, W3 എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഷെയർസ് അല്ലേ. ഈ W1, W2, W3 ഞാൻ വലിയ വാല്യൂസ് ഇട്ട് കൊടുത്തു നോക്ക്. അപ്പോൾ എന്ത് പറ്റും? ചിലപ്പോൾ ആവറേജ് പ്രൈസ് കുറവായിരിക്കാം, അല്ലെങ്കിൽ കൂടുതലായിരിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, W1, W2, W3 കുറവ് വാല്യൂസ് ഇട്ട് നോക്ക്. അപ്പോൾ ചിലപ്പോൾ ആവറേജ് പ്രൈസ് കുറവായിരിക്കാം, കൂടുതലായിരിക്കാം. ഒറ്റ കാര്യം ചെയ്താൽ നിങ്ങളൊരു പേപ്പർ എടുക്കുക, പേന എടുക്കുക, ഇതേ ഇക്വേഷൻ എടുക്കുക, W1, W2, W3 ഓരോ വാല്യൂസ് ഇട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആവറേജ് പ്രൈസ് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇവിടെ പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക് സ്റ്റിൽ റിമെയിൻസ് ദ സെയിം. പക്ഷെ ആവറേജ് പ്രൈസ് വേരി ചെയ്യുന്ന ആരേ കാരണം W1, W2, W3. സോ അപ്പോൾ നമുക്ക് എന്താ മനസ്സിലായി? ഇവിടുത്തെ ആവറേജ് പ്രൈസിനെ, അതായത് ഔട്ട്പുട്ടിനെ വേരി ചെയ്യുന്നത് ഈ പറഞ്ഞ W1, W2, W3 എന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. സോ അവരാണ് ആക്ച്വലി നിയന്ത്രിക്കുന്നത് നമ്മുടെ ആവറേജ് പ്രൈസ് എത്ര ആയിരിക്കുമെന്ന്. ഇപ്പൊ മനസ്സിലായോ? ഓക്കെ, അതുകൊണ്ടാണ് അവർക്കൊരു വെയിറ്റേജ് ഉണ്ടെന്ന് തോന്നുന്നത്. ഇവിടുത്തെ വെയിറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് W1, W2, W3, അതായത് എത്ര നമ്പർ ഓഫ് ഷെയർസ് ഞാൻ വാങ്ങിച്ചു. മനസ്സിലായോ? നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പറും പേന എടുത്ത് നോക്കാം. ഓക്കെ, ഇനി ഇതിനെ നമ്മുടെ കാൽക്കുലേറ്ററായിട്ട് കൊണ്ടുവന്ന് കണക്ട് ചെയ്താൽ നമുക്ക് വെയിറ്റഡ് ആവറേജ്, അതായത് ഇവിടെ ആവറേജ് പ്രൈസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ വെയിറ്റഡ് ആവറേജ് കണ്ടുപിടിക്കണം. ഓക്കെ, അതിന്റെ ഇക്വേഷൻ ആണ് ഇന്റഗ്രൽ ഫ്രം a to b f of x dx wx dx ഡിവൈഡ് ബൈ ഇന്റഗ്രൽ a to b wx dx. ഇവിടെ നമ്മൾ വെയിറ്റഡ് ആവറേജ് കണ്ടുപിടിക്കുന്നത് ഒരു ഇന്റർവെല്ലില്ല, a തൊട്ട് b വരെയുള്ള ഒരു ഇന്റർവെല്ലിൽ. ഓക്കെ, ഇവിടെ എഫ് ഓഫ് എക്സ് ഉണ്ട്, WX ഉണ്ട്. ഓക്കെ, നമ്മുടെ ഈ പറഞ്ഞ സ്റ്റോക്കിന്റെ ഗ്രാഫിലാണ് നമ്മൾ ഈ എഫ് ഓഫ് എക്സും WX കാണിക്കുന്നെങ്കിൽ എഫ് ഓഫ് എക്സ് ആ കറസ്പോണ്ടിങ് ടൈമിലല്ല, എക്സ് ആക്സിസിൽ നമ്മൾ ടൈം റെപ്രസെന്റ് ചെയ്യുന്നെങ്കിൽ എഫ് ഓഫ് എക്സ് ആ കറസ്പോണ്ടിങ് ടൈമിലെ എന്ത് സ്റ്റോക്കിന്റെ പ്രൈസ് കാണിച്ചാൽ WX ആ ടൈമിൽ നമ്മൾ എത്ര സ്റ്റോക്ക് വാങ്ങിച്ചെന്നുള്ളത് കാണിച്ചു തരും. മനസ്സിലായോ? ഓക്കെ, 2 വിഷ്വൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ നേരത്തെ തൊട്ട് മേളിൽ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ വിഷ്വലായിട്ട് കാണിച്ചു തരിക. 2 പ്ലോട്ട് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ എഫ് ഓഫ് എക്സും ഉണ്ട് WF(x) ഉണ്ട് നമുക്ക്. അപ്പം ഈ ആദ്യത്തെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഈ എഫ് ഓഫ് എക്സ്, അതായത് y ആക്സിസിൽ നമ്മൾ നമ്മുടെ പ്രൈസ് പെർ ഷെയർ എടുത്തേക്കുക. അതുപോലെ തന്നെ എക്സ് ആക്സിസിൽ നമ്മൾ നമ്മുടെ ടൈം ലൈനും എടുത്തേക്കുക. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ പ്ലോട്ടിൽ y ആക്സിസിൽ നമ്മൾ എത്ര ഷെയർസ് വാങ്ങിച്ചെന്നുള്ളതും എക്സ് ആക്സിസിൽ കറസ്പോണ്ടിങ് ടൈം ലൈനും. സപ്പോസ് ഈ 0യിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ആണെങ്കിൽ, ഓക്കെ, അല്ല ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ആണെങ്കിൽ ഈ കാണുന്ന ഇവിടം വരേക്കും ഉള്ളത് ഈ പോയിന്റ് 6 മന്ത് വരെയുള്ള ടൈം ലൈനകത്ത് ഇരുന്നെങ്കിൽ ആ 6 മന്ത് ആകുമ്പം സ്റ്റോക്കിന് എത്ര പ്രൈസ് ഉണ്ടെന്ന് നോക്കണമെങ്കിൽ ഞാൻ നേരെ എന്ത് ചെയ്യണം, കറസ്പോണ്ടിങ് y വാല്യൂ നോക്കിയാൽ മതി. എന്ത് കിട്ടിയപ്പോൾ $25. അതുപോലെ തന്നെ ഈ കാണുന്ന 6 മന്ത് ടൈം ലൈനിൽ, അല്ലെങ്കിൽ ആ 6th മന്ത് എന്ന് പറഞ്ഞാൽ ആ സ്പെസിഫിക് ടൈം ലൈനിൽ ഞാൻ എത്ര സ്റ്റോക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്ന് കാണണമെങ്കിൽ ഈ ഗ്രാഫിന്റെ നേരെ y ആക്സിസ് നോക്കി കണ്ടേ 10 ഷെയർസ്. ഓക്കെ, അതാണ് ഈ 2 പ്ലോട്ടും പറയുന്നത് ബേസിക്കലി. മനസ്സിലായല്ലോ? ഇനിയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? ആവറേജ് പ്രൈസ് ഈക്വൽ ടു ടോട്ടൽ മണി സ്പെൻഡ് ബൈ ടോട്ടൽ ഷെയർസ് ബോട്ട്. ഇതാണ് ടോട്ടൽ മണി ബൈ ടോട്ടൽ ഷെയർസ്. ടോട്ടൽ എവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ടോട്ടൽ. ഇത് ഇന്റഗ്രേഷന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഏരിയ അണ്ടർ ദ കർവ്, അതായത് ടോട്ടൽ ഏരിയ അണ്ടർ ദ കർവ് ആണ് ബേസിക്കലി. സോ നമ്മളിവിടെ ഇന്റഗ്രലാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അത് പറയുന്ന മുമ്പ് പലർക്കും സംശയമാണ്, നമ്മൾ ഇത്രയും ഇന്റഗ്രലിന്റെ എക്സാമ്പിൾ എല്ലാം ചെയ്തു വന്ന്, അപ്പം നമുക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. അതായത് റിയൽ ലൈഫിൽ നമ്മൾ എവിടെ ഇന്റഗ്രൽ ഉപയോഗിക്കുന്നത്? ഡെറിവേറ്റീവ് പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനത്തെ കേസിലൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇന്റഗ്രൽ എവിടെ അങ്ങനെ ശരിക്കും ഉപയോഗിച്ച് കണ്ടില്ല. അപ്പോൾ കുറെ പേർക്ക് സംശയം ഉണ്ട്, ജസ്റ്റ് ഏരിയ അണ്ടർ ദ കർവ് കണ്ടുപിടിക്കാനോ അല്ലെ വോളിയം കണ്ടുപിടിക്കാനോ ആ ഇന്റഗ്രൽ ഉപയോഗിക്കുന്നത്. പക്ഷെ അങ്ങനല്ല. വെയിറ്റ്, കാരണം ഇതിന്റെ കാര്യം ഞാൻ തുടക്കമേ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇപ്പൊ അങ്ങനെ തെറ്റിദ്ധരിച്ചാലും കുഴപ്പമില്ല, നമുക്കത് ക്ലിയർ ചെയ്യാം. അതായത് ഇന്റഗ്രൽ ഒരിക്കലും ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ, അതായത് എക്സാമിന് വേണ്ടി വരുന്ന ഏതെങ്കിലും ഒരു കർവിന്റെ ഏരിയ അണ്ടർ ദ കർവ് കണ്ടുപിടിക്കുകയല്ല. അതായത് ബേസിക്കലി ഏരിയ അണ്ടർ ദ കർവ് കൊണ്ട് സംഭവിക്കുന്നത് എന്താ? നമ്മളൊരു ഇന്റർവെൽ എടുത്ത്, ഓക്കെ, 0 തൊട്ട് b വരെ, ഓക്കെ,
അവിടം വരെയൊക്കെയുള്ള ഏരിയ അണ്ടർ ദ കർവ് നമുക്ക് ആക്ച്വലി റിട്ടേൺ ചെയ്യുന്നത് എന്താണെന്നറിയോ? 0 തൊട്ട് b വരെയുള്ള ആ ഫംഗ്ഷന്റെ ടോട്ടൽ വാല്യൂ, അക്യുമുലേറ്റഡ് വാല്യൂ, മനസ്സിലായോ? ടോട്ടൽ വാല്യൂ. ഓക്കെ, ആ ടോട്ടൽ വാല്യൂ കണ്ടുപിടിക്കുന്നത് നമ്മൾ അവിടെ ഏരിയ അണ്ടർ ദാറ്റ് കർവ് ഉപയോഗിച്ചുകൊണ്ടാന്നേ ഉള്ളൂ. കാരണം ആ കർവിന്റെ താഴെയുള്ള മൊത്തം വാല്യൂസും അതാണ് നമുക്ക് വേണ്ടുന്നത്. അതാണ് നമ്മൾ ടോട്ടൽ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും നാളായിട്ട്. ഇത് ബേസിക്കലി ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ വാല്യൂ ആണ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? അല്ല ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ചുമ്മാ എന്താ എക്സാമിന്റെ പേപ്പർ വരുമ്പോൾ അതിൻ്റെ അകത്ത് ഏരിയ അണ്ടർ ദ കർവ് കാണിക്കാനോ കുറെ ഇക്വേഷൻസ് ഉണ്ടാക്കി വെക്കാനോ കുറെ വോളിയം കാണിക്കാനോ അല്ല. ഓക്കെ, ഇപ്പൊ റിയൽ ലൈഫിൽ കുറെ ഫംഗ്ഷൻസ് നമുക്ക് കിട്ടുമായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് വേണം? ഒരു സ്പെസിഫിക് ഇന്റർവെല്ലിലുള്ള ഫംഗ്ഷൻസിന്റെ വാല്യൂസ് അറിയണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ഫംഗ്ഷനെ നേരെ കൊണ്ടുവരും, നമ്മുടെ കർവി റെപ്രസെന്റ് ചെയ്യും. എന്നിട്ട് ആ കർവിന്റെ അണ്ടറിലുള്ള ടോട്ടൽ ഏരിയ കണ്ടുപിടിച്ചാൽ, ആ ഇന്റർവെല്ലിലുള്ള ഏരിയ കണ്ടുപിടിച്ചാൽ അതിന്റെ ടോട്ടൽ വാല്യൂ നമുക്ക് കിട്ടും. കാരണം ചില സമയത്തൊക്കെ ഈ കർവ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഇന്റഗ്രൽ ഇക്വേഷൻ വെച്ചിട്ട് ആ കർവിന്റെ അണ്ടറിലുള്ള ആ ഏത് സ്പെസിഫിക് ഇന്റർവെല്ലാണോ അതുവരെയുള്ള എടുത്ത് അതിന്റെ ടോട്ടൽ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ഇത് റിയൽ ലൈഫിൽ ഒരുപാട് സ്ഥലങ്ങളിൽ യൂസ്ഫുൾ ആണ്. സോ ഈ ടോട്ടൽ ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയുന്നത് ചുമ്മാ ജസ്റ്റ് ഏരിയ കണ്ടുപിടിക്കുക എന്നല്ല. നമ്മളവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആക്ച്വലി ആ കർവിന് താഴെയുള്ള ഏരിയ, കർവിന് താഴെയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ കർവിന് താഴെയുള്ള ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ള സാധനം, അതായത് ടോട്ടൽ, നമ്മൾ ഒരു ഫംഗ്ഷന്റെ ടോട്ടൽ അപ് ടു ദാറ്റ് പോയിന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ടോട്ടൽ മണി സ്പെൻഡ് ബൈ ടോട്ടൽ ഷെയർസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രൽ എടുക്കാം. വേണ്ട, ഇന്റഗ്രൽ എ ടു ബി. സപ്പോസ് എ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റോക്കിന്റെ കേസ് എടുത്താൽ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത സമയം നോക്കാം, വർഷം തുടങ്ങിയപ്പോൾ തൊട്ട്. ബി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഞാൻ നിർത്തുന്നവരേക്കും. അല്ലെങ്കിൽ ഇന്റഗ്രലിന്റെ കേസ് എടുത്താൽ ഏതെങ്കിലും രണ്ട് ഇന്റർവെൽ നമുക്ക് വേണ്ടുന്ന. ഓക്കെ, ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡബ്ല്യു എക്സ് ഡി എക്സ് ഫ്രം എ ടു ബി ഡിവൈഡ് ബൈ ഇന്റഗ്രൽ ഡബ്ല്യു ഓഫ് ഡി എക്സ് ഫ്രം എ ടു ബി. ഇതെന്താന്ന് മനസ്സിലായി? നമ്മൾ മേളിൽ എഴുതിയേക്കുന്ന സെയിം സാധനം തന്നെ. ഞാൻ നോക്ക്, ഇതെന്താ പറയുന്നത്? ടെൻ എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എക്സ് വാല്യൂ. W1 എന്ന് പറഞ്ഞാൽ എന്താ? WX വാല്യൂ. അതെങ്ങനെ? അതായത് ഇപ്പൊ സപ്പോസ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു 3 മാസം വരെയുള്ള വാല്യൂ ആണെങ്കിൽ എന്ത്, ആ 3 മാസം ആയപ്പം സ്റ്റോക്കിന്റെ പ്രൈസ് എത്ര? $10 ഇൻറ്റു ആ മൂന്നാമത്തെ മാസം ഞാൻ വാങ്ങിച്ച നമ്പർ ഓഫ് സ്റ്റോക്സ് എത്ര? W1. സോ എഫ് ഓഫ് എക്സ് ഇൻറ്റു WX. സെയിം അപ്ലൈസ് ഫോർ ദിസ്. എഫ് ഓഫ് എക്സ് ഇൻറ്റു WX. സെയിം ഫോർ ദിസ്. എഫ് ഓഫ് എക്സ് ഇൻറ്റു WX. സോ നമ്മൾ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് നമ്മളിവിടെ ചെയ്ത്, എഫ് ഓഫ് എക്സ് WX ആണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി. ഓക്കെ, സോ അതാണ് ഈ മേളിൽ എഴുതി വെച്ചേക്കുന്നത്, ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡബ്ല്യു എക്സ് ഡി എക്സ്. ഓക്കെ, ഇനി ഈ കാണുന്ന താഴെ എന്താ? W1 പ്ലസ് W2 പ്ലസ് W3. അതായത് ഡബ്ല്യു ഓഫ് എക്സുകളെ മൊത്തം നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്റഗ്രൽ ഓഫ് ഡബ്ല്യു ഓഫ് എക്സ് ഡി എക്സ് ഫ്രം എ ടു ബി. ഇത് കുറച്ച് സംശയം തോന്നിയിട്ടുണ്ടായിരിക്കും, ഇവിടെ അങ്ങനെ ഡി ഓഫ് എക്സ് വന്നു. ബേസിക്കലി ഒന്നുമില്ല, എഫ് ഓഫ് എക്സ് വാല്യൂ കണ്ടുപിടിക്കും നമ്മുടെ. ഓക്കെ, നമ്മുടെ ഈ കർവ് ഉണ്ടല്ലോ. ഓക്കെ, ഈ കർവിന്റെ എഫ് ഓഫ് എക്സ് വാല്യൂ മീൻസ് ഈ കർവിൽ ഈ ബ്ലൂ ലൈൻ ആണല്ലോ എഫ് ഓഫ് എക്സ് വാല്യൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓരോ കറസ്പോണ്ടിങ് എക്സ് വാല്യൂസിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ താഴത്തെ പ്ലോട്ടിലെ വൈ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്മുടെ എഫ് ഓഫ് എക്സ് ആയിട്ട് മൾട്ടിപ്ലൈ. ഓക്കെ, അതായത് നമ്മൾ ഇതിന്റെ അണ്ടറിൽ ഒരുപാട് കൊച്ചു കൊച്ചു റെക്ടാങ്കിൾസ് ആക്കിയോ ട്രപ്പിസോയിഡ്സ് ആക്കിയോ, ഇൻ ദിസ് കേസ് നമ്മൾ റെക്ടാങ്കിൾസ് ആക്കി കണ്ടുപിടിച്ചിട്ടാണല്ലോ ഒരുപാട് കൊച്ചു റെക്ടാങ്കിൾസ് കണ്ടുപിടിച്ചിട്ട് ഓരോ റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ച് ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കുക എന്നല്ലോ. അപ്പം അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ? ഓരോ റെക്ടാങ്കിളിന്റെ ഏരിയ എന്താ? എഫ് ഓഫ് എക്സ് ഇൻറ്റു ഹൈറ്റ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് ആണല്ലോ. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? എഫ് ഓഫ് എക്സിന്റെ കൂടെ വെയിറ്റഡ് ഫാക്ടർ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള W1 വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ. അത്രേ ഉണ്ട്. ഓക്കെ, അതായത് ആ ഓരോ റെക്ടാങ്കിളുകളുടെ ഏരിയയും താഴത്തെ W1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് ഡിപ്പെൻഡന്റ് ആണ്. അതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലായി? ഇനി ഇതിൽ നിന്നൊരു കാര്യം പറയാനുണ്ട്. അതായത് മീൻ വാല്യൂ തിയറം കേട്ടുണ്ടോ എവിടെയെങ്കിലും? ഇത് മീൻ വാല്യൂ തിയറം ഫോർ ഇന്റഗ്രൽ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ്. അതായത് നമ്മൾ തലകുത്തി നിന്ന് വന്നിട്ടുള്ള സാധനം, അത് ഇന്റഗ്രലിനും ഉണ്ട് ഡെറിവേറ്റീവിനും ഉണ്ട്, അതെങ്ങനെ ബ്രിഡ്ജ് ആവുന്നുള്ളതും എല്ലാം നമ്മൾ വന്നിട്ടുണ്ട്. സോ ബേസിക്കലി ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യം മനസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മീൻ വാല്യൂ തിയറം ഫോർ ഇന്റഗ്രൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. അതൊന്നെങ്കിൽ നിങ്ങൾക്ക് എന്താ ഞാൻ ചെയ്തു വെച്ച വീഡിയോ നോക്കാം, ഇല്ലെങ്കിൽ വേറെ എവിടുന്നേലും നോക്കാം. ഞാൻ ചെറിയൊരു ഗ്ലിംസ് പറഞ്ഞുതരാം. അതായത് സപ്പോസ് എൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട് എഫ് ഓഫ് എക്സ്. ഓക്കെ, ഞാൻ രണ്ട് ഇന്റർവെൽ എടുത്ത് എയും ബിയും. ഒറ്റ കണ്ടീഷൻ ഉണ്ട്, എ തൊട്ട് ബി വരെ കണ്ടിന്യൂസ് ആയിരിക്കണം. എവിടെയും മുറിഞ്ഞു പോകാനോ വി പോലത്തെ ഷേപ്പോ മീൻസ് അങ്ങനെയല്ല, മുറിഞ്ഞു പോയ ഷേപ്പോ അങ്ങനെയൊന്നും പാടില്ല. അതായത് ഡിസ്കണ്ടിന്യൂറ്റി പാടില്ല, കണ്ടിന്യൂസ് ആയിരിക്കണം. അതുപോലെ തന്നെ എ കഴിഞ്ഞിട്ടുള്ള എല്ലാ പോയിന്റും ബിക്ക് തൊട്ട് മുമ്പുള്ള എല്ലാ പോയിന്റും അവർ ഡിഫറൻഷ്യബിളും ആയിരിക്കണം. ഓക്കെ,
അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെ, ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ നമ്മുടെ ഫംഗ്ഷൻ ഉണ്ടല്ലോ, ആ ഫംഗ്ഷന്റെ എ തൊട്ട് ബി വരെയുള്ള ഇന്റർവെല്ലിലെ ആവറേജ് വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ എഫ് ഓഫ് സി എന്ന് നമുക്ക് പറയാം. സി എന്ന് പറഞ്ഞാൽ എ പോയിന്റ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. അതാണ് മീൻ വാല്യൂ തിയറം ഫോർ ഇന്റഗ്രൽ പറയുന്നത്. അതിന്റെ ഇക്വേഷൻ എങ്ങനെ ഇരിക്കുകയെന്ന് ചോദിച്ചാൽ ഇതാണ് എഫ് ഓഫ് സി ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഫ്രം എ ടു ബി ഡിവൈഡ് ബൈ ബി മൈനസ് എ. മനസ്സിലായ? ഓക്കെ, ഇതാണ് മീൻ വാല്യൂ തിയറം ഫോർ ഇന്റഗ്രൽ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അത് ഞാൻ അന്ന് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ടെന്ന് വെച്ച് പറഞ്ഞതാ. ഇതും ഒരു വെയിറ്റഡ് ഇക്വേഷൻ തന്നെ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അതായത് ഇപ്പം നിങ്ങൾക്ക് ഡൗട്ട് വന്നിട്ടുണ്ടായിരിക്കും, ഇവിടെ ഒരു വെയിറ്റ് ഫാക്ടർ വന്നിട്ടുണ്ടല്ലോ ഡബ്ല്യു എക്സ്, പക്ഷെ ഈ ഇക്വേഷനിൽ ഒരു വെയിറ്റ് ഫാക്ടർ ഇല്ലല്ലോ. ആക്ച്വലി അവിടെ ഒരു വെയിറ്റ് ഫാക്ടർ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണ്ട. ഇവിടുത്തെ വെയിറ്റ് ഫാക്ടർ 1 ആ. മനസ്സിലായോ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇവിടെയും വെയിറ്റ് ഫാക്ടർ ഉണ്ട്. ഓക്കെ, അതെങ്ങനെ വന്നെന്താ ഒന്ന് കാണിച്ചു തരാം. ഈ ഇക്വേഷൻ എടുക്കുക, ഇതിൻ്റെ അകത്ത് വെയിറ്റ് ഫാക്ടർ 1 ആണെന്ന് വന്നല്ലോ. ഈ ഡബ്ല്യു എക്സിന് 1 ഇട്ട് കൊടുത്താൽ എന്തോ കിട്ടും നമുക്ക്? ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഫ്രം എ ടു ബി ഡിവൈഡ് ബൈ ഇന്റഗ്രൽ ഓഫ് 1 ഇൻറ്റു ഡി എക്സ് ഫ്രം എ ടു ബി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഇന്റഗ്രൽ ഓഫ് 1 ഇൻറ്റു ഡി എക്സ് എന്താ നമുക്ക് റിട്ടേൺ ചെയ്യുക? ആക്ച്വലി എക്സ് എന്ന് റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇവിടെ ഒരു ഇന്റർവെൽ ഉണ്ട് എ ടു ബി. അപ്പോൾ എന്താ ആക്ച്വൽ ഇന്റഗ്രൽ ഓഫ് ഡബ്ല്യു എക്സ്, ഇന്റഗ്രൽ ഓഫ് 1 ഇൻറ്റു ഡി എക്സ് ഫ്രം എ ടു ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ തരുന്ന? ആക്ച്വലി ബി മൈനസ് എ. സിമ്പിൾ തിങ്, ഇന്റഗ്രൽ ഇക്വേഷൻ ആണേ. അപ്പോൾ എന്ത് പറ്റി? ഫൈനലി നമുക്ക് ഈ വെയിറ്റ് ഫാക്ടർ 1 ആണ് എന്താ കിട്ടുന്നത്? ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഫ്രം എ ടു ബി ഡിവൈഡ് ബൈ ബി മൈനസ് എന്ന് കിട്ടും. അതല്ലേ ഈ കാണുന്നത്? ഓക്കെ, അതായത് ഇതെന്ന് പറഞ്ഞാൽ എക്സാക്ട് ദ സെയിം ഇക്വേഷൻ, ബട്ട് ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, വെയിറ്റ് ഫാക്ടർ 1 ആണ്. മനസ്സിലായ? സോ മീൻ വാല്യൂ തിയറത്തിന് വെയിറ്റ് ഫാക്ടർ ഉള്ളതും ഉണ്ട്. മനസ്സിലായ? നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുമ്പോൾ വെയിറ്റ് ഫാക്ടർ എടുക്കുന്നില്ലെന്നേ ഉള്ളൂ. മീൻ വാല്യൂ തിയറത്തിൽ വെയിറ്റ് ഫാക്ടറും ഉണ്ട്. നമ്മൾ ഇങ്ങനെയാണ് മീൻ വാല്യൂ തിയറം പഠിച്ചു വരുന്നത്. ആദ്യം ഡെറിവേറ്റീവിന്റെ പഠിച്ചു വന്നു, പിന്നെ ഇന്റഗ്രലിന്റെ പഠിച്ചു വന്നു, പിന്നെ അതിന്റെ കുറെ എറേഴ്സ് പഠിച്ചു വന്നു, പിന്നെ ഇപ്പൊ അതാ വെയിറ്റ് ഉണ്ടെന്ന്. ദിസ് വാസ് ലൈക്ക് ദാറ്റ്. ഇതിങ്ങനെ കയറി പൊക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ നമ്മൾ പറഞ്ഞത് വെയിറ്റ് ഫാക്ടർ 1 ആണ്. ഇനി അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളിവിടെ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? ആക്ച്വലി ആവറേജ് വാല്യൂ അല്ലേ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ വെയിറ്റഡ് ആവറേജ് ഉണ്ടല്ലോ, വെയിറ്റഡ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് സി എന്ന് വിളിക്കാം. മനസ്സിലായ? അതായത് നമ്മുടെ വെയിറ്റഡ് ആവറേജ് എന്ന് പറയുന്നത് ആക്ച്വലി എഫ് ഓഫ് സി ആണ്. അതെങ്ങനെ? കാരണം നമ്മൾ അത് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ മീൻ വാല്യൂ തിയറം അറിയണം. കാരണം ഇതെന്താണ്? എ തൊട്ട് ബി വരെ ഒരു ഇന്റർവെൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഗ്രാഫ്. ഈ ഗ്രാഫ് തന്നെ എടുക്കുക. ഇതാണ് എ എന്ന് എടുക്കുക, ഇതാണ് ബി എന്ന് എടുക്കുക. എ തൊട്ട് ബി വരെ ഒരു ഇന്റർവെൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ. ഇത് കണ്ടിന്യൂസ് ആണ്, നമുക്ക് കണ്ടുകൊണ്ട് തന്നെ അറിയാം. ആൻഡ് ഇത് ഡിഫറൻഷ്യബിളും ആണ്, നമുക്കത് മനസ്സിലാകാൻ പറ്റുന്നേ ഉള്ളൂ. നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, എങ്ങനെയാണ് ഇവർ കണ്ടിന്യൂസും ഡിഫറൻഷ്യബിൾ എന്നെല്ലാം മീൻ വാല്യൂ തിയറത്തിൽ വന്നിട്ടുണ്ടാകുന്നത്. ഞാൻ വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിന്റെ ആവറേജ് ആണ് നമുക്ക് വേണ്ടത്, എന്ത്? വെയിറ്റഡ് ആവറേജ്. ഓക്കെ, ആൻഡ് നമ്മൾ ഓൾറെഡി വെയിറ്റഡ് ആവറേജ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട് ബൈ മീൻ വാല്യൂ തിയറം വെച്ച്. ആര്? എഫ് ഓഫ് സി. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഈ ഫംഗ്ഷനിൽ ഇപ്പൊ ഈ കാണിച്ചാൽ നമുക്കറിയാവുന്ന മീൻ വാല്യൂ തിയറത്തിൽ ഡബ്ല്യു എഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1 എന്ന് വിളിച്ചെന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഈ കേസിൽ ഡബ്ല്യു എഫ് എക്സ് 1 അല്ല, ഡബ്ല്യു എഫ് എക്സ് ഉണ്ട്. സോ നമ്മുടെ ഈ കാണുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിലെ വെയിറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എടുത്തത് എന്ന് പറയുന്നത് വെയിറ്റഡ് ആവറേജ് ആണ്. അതിന്റെ വെയിറ്റഡ് ആവറേജ് എന്താണ്? എഫ് ഓഫ് സി ആണ്. കാരണം നമ്മൾ മീൻ വാല്യൂ തിയറം വെച്ച് ഓൾറെഡി വന്നിട്ടുണ്ടല്ലോ. എഫ് ഓഫ് സി എന്ന് പറയുന്നതാണ് എഫ് ഓഫ് എക്സിന്റെ ആവറേജ് വാല്യൂ ഫ്രം ഇന്റർവെൽ എ ടു ബി. സോ അത് തന്നെയാണ് ഈ കാണുന്നത്, വെയിറ്റഡ് ആവറേജ് എന്ന് പറയുന്ന എഫ് ഓഫ് സി ആണ്. ഓക്കെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ വളരെ ശ്രദ്ധിച്ച് കേട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമുക്കറിയാവുന്ന മീൻ വാല്യൂ തിയറം എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഫ്രം എ ടു ബി ഡിവൈഡ് ബൈ ബി മൈനസ് എ. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇവിടെ നമുക്ക് വെയിറ്റ് ഫാക്ടർ കാണാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ശരിക്കും ഒരു വെയിറ്റ് ഫാക്ടർ ഉണ്ട്. ആ വെയിറ്റ് ഫാക്ടർ ഡബ്ല്യു എഫ് എക്സ് എന്ന് പറയുന്നത് എപ്പോഴും 1 ആണ്. ഓക്കെ, സോ ഈ മീൻ വാല്യൂ തിയറോ
നമുക്ക് ആക്ച്വലി റിട്ടേൺ ചെയ്യുന്നത് നോർമൽ ആവറേജ് വാല്യൂ അല്ല, വെയ്റ്റഡ് ആവറേജ് വാല്യൂ തന്നെയാണ്. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, ഇവിടുത്തെ വെയിറ്റ് 1 ആണ്. സോ മീൻ വാല്യൂ തിയറം നമുക്ക് ഒരു ഫംഗ്ഷനിൽ, ഓക്കെ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനിൽ എ ടു ബി എന്ന് പറഞ്ഞ ഇന്റർവെല്ലിൽ, എ തൊട്ട് ബി വരെയുള്ള ഇന്റർവെല്ലിൽ നമുക്ക് ആക്ച്വലി റിട്ടേൺ ചെയ്യുന്നത് വെയ്റ്റഡ് ആവറേജാണ്. ഈ കേസിൽ നമ്മൾ ഇത്രയും നാളും കണ്ടുകൊണ്ടിരുന്ന മീൻ വാല്യൂ തിയറത്തിൽ ആ വെയിറ്റ് 1 ആയി തന്നെ ഉള്ളൂ. സോ ഈ കേസ് എടുത്താലും ഇവിടുത്തെ വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുന്നത് ബൈ മീൻ വാല്യൂ തിയറം ഫ്രം എ ടു ബി എന്ന് പറഞ്ഞ ഇന്റർവെല്ലിൽ സി ആണ്. ഒരു കണ്ടീഷൻ ഒരിക്കലും മറക്കരുത്, സി എന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും ഇടയ്ക്കുള്ള ഒരു പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് എന്തെടുക്കാം, എഫ് ഓഫ് സി ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡബ്ല്യു എക്സ് ഇൻറ്റു ഡി എക്സ് ഫ്രം എ ടു ബി ഡിവൈഡ് ബൈ ഇന്റഗ്രൽ ഓഫ് ഡബ്ല്യു എക്സ് ഡി എക്സ് ഫ്രം എ ടു ബി. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന സാധനത്തിന്റെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പം എന്തോ ഇന്റഗ്രൽ ഓഫ് എ ടു ബി എഫ് ഓഫ് എക്സ് ഡബ്ല്യു ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ഡബ്ല്യു ഓഫ് എക്സ് ഡി എക്സ് ഫ്രം എ ടു ബി. അത് കിട്ടുവേ, അതേതായി താഴെ കാണുന്ന എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, ഇനി ഇത്രയും കിട്ടിയ നമുക്ക്, അങ്ങനെയാണെങ്കിൽ ഇതേ ഇക്വേഷനിൽ തന്നെ നമുക്ക് അതിനെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത്, എഫ് ഓഫ് സി ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡബ്ല്യു ഓഫ് എക്സ് ഡി എക്സ് ഫ്രം എ ടു ബി എന്ന് പറയുന്ന എഫ് ഓഫ് സി ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ഡബ്ല്യു ഓഫ് എക്സ് ഡി എക്സ് ഫ്രം എ ടു ബി ആണെങ്കിൽ ഈ കാണുന്നതിനല്ലേ ഈ മേളിൽ കിടക്കുന്നത്, അതിന് പകരം നമുക്ക് ഇതിനെ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഓക്കെ, ഇപ്പൊ എന്തായി, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഈ കാണുന്ന ഇന്റഗ്രൽ ഓഫ് ഡബ്ല്യു ഓഫ് എക്സ് ഡി എക്സ് ഫ്രം എ ടു ബി എന്ന് പറയുന്നത് സെയിം ആയി. എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, വെയ്റ്റഡ് ആവറേജ് എഫ് ഓ സി കിട്ടി. സിമ്പിൾ. അതായത് ഈ മീൻ വാല്യൂ തിയറത്തെയും പറയുന്നത് എന്താ, നമ്മുടെ വെയ്റ്റഡ് ആവറേജ് എഫ് ഓ സി തന്നെ, ഇവിടെയും പറയുന്നത് എന്താ, വെയ്റ്റഡ് ആവറേജ് എഫ് ഓ സി തന്നെ. അത് ആക്ച്വലി വെയിറ്റ് വന്നാലും അവർ കട്ടായി പോകും. ജസ്റ്റ് സിംപ്ലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വെയ്റ്റഡ് ആവറേജ് ഈസ് സിംപ്ലി ദ വാല്യൂ ഓഫ് ഫംഗ്ഷൻ അറ്റ് സ്പെസിഫിക് പോയിന്റ് സി. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഇത് നമ്മുടെ മീൻ വാല്യൂ തിയറത്തിൽ ഒന്നുകൂടെ എന്താണ് നമ്മളിലോട്ട് കാണിച്ചു തരിക, ഇത് വർക്ക് ചെയ്യുന്നുള്ളതും അതുപോലെ വെയ്റ്റഡ് ആവറേജിന്റെ കോൺസെപ്റ്റും കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. അതായത് വെയ്റ്റഡ് ആവറേജ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഒരു ഫംഗ്ഷൻ എടുത്താൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എടുത്താൽ അതിന്റെ എ തൊട്ട് ബി വരെയുള്ള ഒരു ഇന്റർവെല്ലിൽ അതിന്റെ വെയ്റ്റഡ് ആവറേജ് എത്രയാണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമില്ല, ആ ഫംഗ്ഷന്റെ ആവറേജ് വാല്യൂ തന്നെ. ഇതാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയത്. ആൻഡ് ഇത് തന്നെയാണ് മീൻ വാല്യൂ തിയറം പറയുന്നത്. ഒരിക്കലും ഈ ഒരു കാര്യം വെച്ച് തെറ്റിദ്ധരിക്കല്, നമ്മൾ ഈ പഠിച്ച മീൻ വാല്യൂ തിയറത്തിൽ വെയിറ്റ് ഇല്ലല്ലോ. ആക്ച്വലി മീൻ വാല്യൂ തിയറം റിട്ടേൺ ചെയ്യുന്ന എഫ് ഓഫ് സി എന്ന് പറഞ്ഞ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് വെയ്റ്റഡ് ആവറേജ് തന്നെയാണ്. മനസ്സിലായോ? എക്സെപ്റ്റ് ഒരൊറ്റ കണ്ടീഷനുള്ളൂ, നമ്മൾ ഇത്രയും നേരം പഠിച്ച കേസിൽ വെയിറ്റ് 1 ആയിരുന്നു എന്നത് മാത്രം. ഓക്കെ, ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. സോ താങ്ക് യു. ഇനി ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കിട്ടില്ല സാധനം വരാനുണ്ട്.